Hello everyone, welcome to CS Classroom. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് പമ്പിംഗ് ലെമ്മ ഫോർ റെഗുലർ ലാംഗ്വേജസ്. അതിൽ നമ്മൾ ഏറ്റവും ആദ്യം എക്സാമ്പിൾസ് നോക്കും. എന്താണ് പമ്പിംഗ് ലെമ്മ ഫോർ റെഗുലർ ലാംഗ്വേജസ്, അതിൻ്റെ ഒരു എക്സാമ്പിൾ വെച്ച് നമ്മൾ സോൾവ് ചെയ്യും. അതാണ് യൂഷ്വലി നമുക്ക് ചെയ്യാനുള്ളത്. അതിൻ്റെ കൂടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് എന്ന് പറയുന്നത് ഫോർമൽ പ്രൂഫാണ്. അപ്പോൾ പമ്പിംഗ് ലെമ്മ ഫോർ റെഗുലർ ലാംഗ്വേജിൻ്റെ ഫോർമൽ പ്രൂഫും നമ്മൾ നോക്കും. ഓൾ റൈറ്റ്, സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട്. റൈറ്റ്, സോ പമ്പിംഗ് ലെമ്മ ഫോർ റെഗുലർ ലാംഗ്വേജസ്. ഓക്കെ, ലെമ്മ എന്ന് പറഞ്ഞാൽ എന്താണ് ആദ്യം നോക്കാം. ലെമ്മ എന്ന് പറയുന്നത് ഒരു ഗ്രീക്ക് വേർഡാണ്. ഓക്കെ, അതിൻ്റെ ഒറിജിൻ ഗ്രീക്ക് വേർഡാണ്. അത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു തിയറം, ഒരു വലിയ തിയറത്തെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി, അതിനെ പ്രൂവ് ചെയ്യാൻ വേണ്ടി സപ്പോർട്ടിംഗ് ആയിട്ടുള്ള യൂസ് എന്ന തിയറത്തിൻ്റെ പേരാണ് ലെമ്മ എന്ന് പറയുന്നത്. ഓക്കെ, സോ പമ്പിംഗ് ലെമ്മ എന്ന് പറയുമ്പോഴത്തേക്കും പമ്പിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഒരു കാര്യത്തെ പമ്പ് ചെയ്യുക എന്ന് പറയും, അല്ലെങ്കിൽ നമ്മൾ അതിനെ ലൂപ്പ് ചെയ്യിപ്പിക്കുക, റിപ്പീറ്റ് ചെയ്യിപ്പിക്കുക. ഓക്കെ, സോ റിപ്പീറ്റ് ചെയ്യിപ്പിക്കുന്ന ലെമ്മ. ഓൾറൈറ്റ്, അത് അങ്ങനത്തെ ഒരു മീനിങ് വരുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ ഫോർമൽ പ്രൂഫ് നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് ഇത് മനസ്സിലാവും എന്താണെന്നുള്ള കാര്യം. ഓക്കെ, സോ ഇനീഷ്യലി നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മൾ ഇതിൻ്റെ ജസ്റ്റ് ഡെഫിനേഷൻ എഴുതിയിട്ട് അതിൻ്റെ ഒരു എക്സാമ്പിൾ വെച്ച് സോൾവ് ചെയ്യും. ഓൾറൈറ്റ്, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഫോർമൽ പ്രൂഫാണ്. ഇറ്റ് ഷുഡ് ബി ദി അതർ വേ അറൗണ്ട്. പക്ഷെ ഞാൻ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ തുടങ്ങുന്നത്. ഓൾറൈറ്റ്, ആദ്യം ഒരു എക്സാമ്പിൾ വെച്ചിട്ട് പറഞ്ഞതിന് ശേഷം ഞാൻ പ്രൂഫിലോട്ട് പോകുന്നു. ഓക്കെ, സോ പമ്പിംഗ് ലെമ്മയുടെ ഡെഫിനേഷൻ ആദ്യം നമ്മൾ നോക്കും, ദെൻ ഒരു എക്സാമ്പിൾ സോൾവ് ചെയ്യും. സോ വൈ ആർ വി യൂസിങ് പമ്പിംഗ് ലെമ്മ? ഒരു ലാംഗ്വേജ് ഒരു റെഗുലർ അല്ല. ഓക്കെ, ഐ റിപ്പീറ്റ്, ഒരു ലാംഗ്വേജ് റെഗുലർ അല്ല എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ പമ്പിംഗ് ലെമ്മ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ അതിൻ്റെ ഡെഫിനേഷനിലോട്ട് പോകാം. യു ക്യാൻ സി, ലെറ്റ് എൽ ബി എ റെഗുലർ ലാംഗ്വേജ്. ഒരു ലാംഗ്വേജ് റെഗുലർ ആണെങ്കിൽ ഓക്കെ, പമ്പിംഗ് ലെമ്മ അത് ഫുൾഫിൽ ചെയ്യും. ഓൾറൈറ്റ്, പക്ഷേ യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് വൺ മോർ തിങ്. ഇഫ് എ ലാംഗ്വേജ് ഈസ് റെഗുലർ, ദെൻ 100% എന്താണ്, ഈ പർട്ടിക്കുലർ പമ്പിംഗ് ലെമ്മയുടെ കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്യും. ഇനി ഒരു ലാംഗ്വേജ് ഈ കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അത് എപ്പോഴും റെഗുലർ ലാംഗ്വേജ് ആണോ എന്ന് നിർബന്ധമില്ല. ഓൾറൈറ്റ്, മനസ്സിലായി കാണത്തില്ല, ഇറ്റ്സ് ഓക്കെ. നമുക്ക് ഫോർമൽ പ്രൂഫ് നോക്കുമ്പോഴത്തേക്കും കുറച്ചുകൂടെ കാര്യമായിട്ട് നോക്കാം. ഓൾറൈറ്റ്, ഇതെന്താ പറയുന്നത്, പമ്പിംഗ് ലെമ്മ റെഗുലർ എൽ. ഒരു റെഗുലർ ലാംഗ്വേജ് ആണെങ്കിൽ ഇറ്റ് ഷുഡ് ഫോളോ പമ്പിംഗ് ലെമ്മ. ഓൾറൈറ്റ്, പമ്പിംഗ് ലെമ്മയുടെ 3 കാര്യങ്ങൾ നമ്മളിവിടെ നോക്കുന്നത്. അതിന് മുമ്പായിട്ട് നമ്മൾ എന്ത് ചെയ്യുവാണ്, എൽ ഒരു റെഗുലർ ലാംഗ്വേജ് ആണെങ്കിൽ അത് പറയണം, അതിൻ്റെ ഉള്ളിൽ ഒരു ഡബ്ല്യു എന്ന് പറയുന്ന ഒരു സ്ട്രിങ് ഉണ്ടാവും. ആ ഡബ്ല്യുവിനെ നമ്മൾ 3 ഡിവൈഡ് ചെയ്യും, എക്സ് വൈ സി. ഓൾറൈറ്റ്, എന്നിട്ട് വൈനെ നമ്മൾ എന്താണ്, റിപ്പീറ്റ് ചെയ്യിപ്പിക്കും. വീണ്ടും വൈ എന്ന് പറഞ്ഞ ഒരു സപ്പോസ് എ ബി ബി ഇല്ലെങ്കിൽ 0 0 1 1 0 ആണ്. നമ്മൾ ഇതിനെ എക്സ് ആയിട്ട് മാറ്റി, ഇതിനെ മാത്രം വൈ ആയിട്ട് മാറ്റി, ഇതിനെ നമ്മൾ സെഡ് ആയിട്ട് മാറ്റി എന്ന് വിചാരിക്കുക. എന്നിട്ട് നമ്മൾ എന്താണ്, ഈ വൈനെ വീണ്ടും റിപ്പീറ്റ് ചെയ്യിപ്പിക്കുകയാണ്. റൈറ്റ്, സോ 0 0 സപ്പോസ് 1നെ ഞാൻ 2 തവണ റിപ്പീറ്റ് ചെയ്യിപ്പിച്ചു, 1 0. റൈറ്റ്, അപ്പോൾ ഒരു തവണ റിപ്പീറ്റ് ചെയ്യിപ്പിച്ചില്ല, ഒരു തവണ റിപ്പീറ്റ് ചെയ്യിപ്പിച്ചു, 2 തവണ റിപ്പീറ്റ് ചെയ്യിപ്പിച്ചു. അങ്ങനെ ഉള്ള എല്ലാ സ്ട്രിങ്സും എന്താണ്, ഈ എല്ലിൽ ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. വീണ്ടും പറയാം, എൽ എന്ന് പറയുന്ന റെഗുലർ ലാംഗ്വേജ് ആണെങ്കിൽ നമ്മൾ എന്ത് പറയുവാണ്, ഡബ്ല്യു എന്ന് പറയുന്ന ഒരു സ്ട്രിങ് ഉണ്ടാവണം. ആ ഡബ്ല്യു എന്ന് പറയുന്ന സ്ട്രിങ് എക്സ് വൈ സി ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ട് ഈ 3 കണ്ടീഷനും എക്സും വൈൻ്റെ ലെങ്ത് പി. ഓക്കെ, അപ്പോൾ ഒരു പമ്പിംഗ്, അപ്പോൾ ഇവിടെ പി എന്ന് പറഞ്ഞൊരു കാര്യം വരുന്നുണ്ട്. വാട്ട് ഈസ് പി? പി എന്ന് പറയുമ്പോൾ ഒരു പമ്പിംഗ് ലെങ്ത് ആണ്. പമ്പിംഗ് ലെങ്ത് എന്ന് പറയുമ്പോൾ എന്താണ്, അതിൻ്റെ ഫോർമൽ പ്രൂഫിൽ നമുക്ക് മനസ്സിലാക്കാം. ഇപ്പോൾ ഇത്ര മനസ്സിലാക്കിയാൽ മതി. പമ്പിംഗ് പ്രൂഫ് എന്ന് പറയുമ്പോൾ നമ്മൾ നോർമലി എന്താണ്, നമ്മൾ ഈ ലാംഗ്വേജിന് നമ്മുടെ എൽ എന്ന് പറഞ്ഞ ലാംഗ്വേജിന് ഒരു DFA ഉണ്ടാവുമല്ലോ. ഇപ്പോൾ ഈ DFAയിൽ എത്ര സ്റ്റേറ്റ്സ് ഉണ്ടോ, സപ്പോസ് 3 സ്റ്റേറ്റ്സ് ആണെങ്കിൽ നമ്മൾ എന്താണ്, യൂഷ്വലി പമ്പിംഗ് ലെങ്ത് നമ്മുടെ 3 സ്റ്റേറ്റ്സ്, പമ്പിംഗ് ലെങ്ത് ഈസ് ഇക്വൾ ടു 3 എന്നാണ് എപ്പോഴും എടുക്കുന്നത്. ഓൾറൈറ്റ്, അതിനേക്കാളും കൂടുതലും എടുക്കാം നമുക്ക്. പക്ഷെ എന്താ പറയുന്നത്, പി മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. ഓൾറൈറ്റ്, സോ എന്താണ് പറയുന്നത്, അപ്പോൾ എന്തായിരിക്കണം, നമ്മുടെ ഡബ്ല്യൂവിൽ എക്സ് വൈൻ്റെ പോർഷൻ എന്തായിരിക്കണം, പിന്നേക്കാളും ചെറുതായിരിക്കണം. ആൻഡ് വൈ എന്ന് പറയുന്ന പോർഷൻ 1നേക്കാളും കൂടുതലോ 1 ആയിരിക്കണം. ഓൾറൈറ്റ്, ലെങ്ത്. റൈറ്റ്, അപ്പോൾ ഫോർ ഓൾ ഐ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0, സി യു ക്യാൻ സി എക്സ് വൈ റേസ് ടു ഐ സെഡ് എന്തായിരിക്കണം, ഇതും എന്തായിരിക്കണം, എൽ തന്നെ ബിലോങ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ എത്ര റിപ്പീറ്റ് ചെയ്യുന്നത്, ദാറ്റ് മീൻ വൈ നമ്മൾ എത്ര പമ്പ് ചെയ്താലും എന്താണ്, ആ കിട്ടുന്ന സ്ട്രിങ്സ് എല്ലാം എവിടെ ആയിരിക്കണം, ലെങ്ത്തിൽ തന്നെ, എല്ലിൽ തന്നെ ഉണ്ടായിരിക്കണം. ഓൾറൈറ്റ്, ഇപ്പം മനസ്സിലായി കാണത്തില്ല. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം, എന്നിട്ട് നമുക്ക് ഫോർമൽ പ്രൂഫിലോട്ട് പോകാം. സോ ലെറ്റ് us ടേക്ക് an എക്സാമ്പിൾ. സപ്പോസ് നമുക്ക് പ്രൂവ് ചെയ്യണം a raised to n b raised to n റെഗുലർ അല്ല. ഓക്കെ, സോ റിമെമ്പർ, പമ്പിംഗ് ലെമ്മ നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു ലാംഗ്വേജ് റെഗുലർ അല്ല എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയാണ്. ഓക്കെ, സോ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൂഫ് ബൈ കോൺഫ്ലിക്ഷൻ ആണ്.
പ്രൂവ് ബൈ കോൺട്രഡിക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഏറ്റവും ആദ്യം അസ്യൂം ചെയ്യും. സപ്പോസ് എനിക്ക് ഒരു ലാംഗ്വേജ് റെഗുലർ അല്ല എന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ കോൺട്രഡിക്ഷൻ എന്തായിരിക്കും? അതിൻ്റെ ഏറ്റവും ആദ്യം ഞാൻ അസ്യൂം ചെയ്യും ഇറ്റ് ഈസ് റെഗുലർ. എന്നിട്ട് ഞാൻ കണ്ടിന്യൂ ചെയ്യും. എന്നിട്ട് നമുക്ക് ഈ പറയുന്ന കണ്ടീഷൻസ് നമ്മുടെ ഫുൾഫിൽ ആവുന്നില്ല എങ്കിൽ നമ്മൾ എന്ത് പറയും? നമ്മൾ പറയുന്നത് റെഗുലർ അല്ല എന്ന്. ഓൾറൈറ്റ്. കാരണം ഞാൻ റെഗുലർ ആണെന്ന് പറഞ്ഞ് അസ്യൂം ചെയ്തിട്ട് മുന്നോട്ട് പോയപ്പോഴത്തേക്കും റെഗുലറിന്റെ യാതൊരു സ്വഭാവം അത് കാണിക്കുന്നില്ല. അതിൻ്റെ അർത്ഥം എന്താണ്? അത് റെഗുലർ അല്ല. ഓൾറൈറ്റ്. അപ്പോൾ നമുക്കിത് നോക്കാം. ഏറ്റവും ആദ്യം നമുക്ക് പമ്പിംഗ് ലെമ്മ യൂസ് ചെയ്യാം, പമ്പിംഗ് ലെങ്ത് യൂസ് ചെയ്യാം. സപ്പോസ് ഞാൻ പമ്പിംഗ് ലെങ്ത് യൂസ് ചെയ്തത് 5 ആണ്. ഓക്കെ. സോ അത് തന്നെ ഞാൻ ഇവിടെ എന്നെയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. ഞാൻ അങ്ങനെ ചെയ്തു. ഓൾറൈറ്റ്. സോ യു ക്യാൻ സി a 5a, റൈറ്റ്. സോ p is equal to n ഇവിടെ ഞാൻ എഴുതിയേക്കാം. റൈറ്റ്. സോ സി നമ്മുടെ കണ്ടീഷൻ എന്താണ്? പി മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 1. ഞാൻ ഇവിടെ എന്ത് ചെയ്തു? എൻ്റെ ലെന്ത് തന്നെ ഞാൻ ഇവിടെ 5 കൊടുത്തു. അത് തന്നെ ഞാൻ പി ആയിട്ട് എടുത്തു. സോ എ ആൻഡ് ബി. റൈറ്റ്. ഇനി ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്? ഇതിനെ ഡിവൈഡ് ചെയ്യാൻ പോവാണ്. അപ്പൊ എന്താ നമ്മുടെ പമ്പിംഗ് ലെമ്മ പറഞ്ഞുകൊണ്ടിരുന്നത്? എക്സ് വൈ റേസ് ടു ഐ സി അതും എല്ലിലോ ആണെങ്കിൽ നമ്മൾ പറയും അത് റെഗുലർ ആണ്. അതല്ല എങ്കിൽ നമ്മൾ എന്ത് പറയും? റെഗുലർ അല്ല എന്ന് പറയും. ഓൾറൈറ്റ്. സോ യു ക്യാൻ സി നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? നോട്ട് റെഗുലർ ആണ് പ്രൂവ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ആദ്യമേ റെഗുലർ ആണെന്ന് പറഞ്ഞ് അസ്യൂം ചെയ്ത് നമ്മൾ നോക്കും ഇവിടെ കോൺട്രഡിക്ഷൻ വരുവാണ്, നമ്മൾ അപ്പം തന്നെ പറയും റെഗുലർ അല്ല. ഓൾറൈറ്റ്. ഓക്കെ. സോ നമ്മൾ എങ്ങനെ ഡിവൈഡ് ചെയ്യും? ഈ ഒരു സ്ട്രിങ്ങിനെ നമുക്ക് 3 പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യണം. എക്സ് വൈ സി എങ്ങനെ ഡിവൈഡ് ചെയ്യും? നമ്മൾ ഈ കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്യുന്ന രീതിയിൽ നമ്മൾ ഡിവൈഡ് ചെയ്യും. സപ്പോസ് ഞാൻ കേസ് 1 ഈ കണ്ടീഷൻ സപ്പോസ് ഞാൻ എടുത്തു. ആദ്യത്തെ 2 എനെ ഞാൻ എക്സ് ആക്കി മാറ്റി. ഓക്കെ. എന്നിട്ട് ബാക്കി 3 ഞാൻ എന്ത് ചെയ്തു? ഞാൻ അതിനെ y ആക്കി. ബാക്കി ഞാൻ എന്ത് ചെയ്തു? ഇതിനെ z ആക്കി. ഒബ്വിയസ്ലി ഈ പർട്ടിക്കുലർ കാര്യം ഫുൾഫിൽ ആവണം. എക്സും വൈൻ്റെ ലെങ്ത് എത്രയാണ്? 1 2 3 4 5. അത് പമ്പിംഗ് ലെങ്തിനേക്കാളും കുറവായിരിക്കണം, അല്ലെങ്കിൽ പമ്പിംഗ് ലെങ്തിന് ഈക്വൽ ആയിരിക്കണം. പമ്പിംഗ് ലെങ്ത് എന്താണ്? 5 ആണ്. സോ എക്സും വൈൻ്റെ ലെങ്ത് എന്താണ്? 5 ആണ്. ഇനി നമ്മൾ എന്ത് ചെയ്യുവാണ്? നമ്മൾ പറയുവാണ് നമ്മൾ എക്സ് എന്താണ്? നമ്മുടെ a, y എന്താണ്? നമ്മുടെ a, z എന്താ? നമ്മുടെ b. റൈറ്റ്. ഇനി പറയുവാണ് എക്സ് വൈ റേസ് ടു ഐ സി എന്തായിരിക്കണം? ഇത് എൽ എന്ന് പറഞ്ഞ ലാംഗ്വേജിലാണെങ്കിൽ ഇതും നമ്മൾ വൈനെ എത്ര റിപ്പീറ്റ് ചെയ്യിപ്പിച്ചാലും അതും എന്തായിരിക്കണം? ഇറ്റ് മസ്റ്റ് ബിലോങ് ടു എൽ. അതാണ് നമ്മുടെ അസംഷൻ. അപ്പൊ നമുക്ക് നോക്കാം. വൈനെ നമുക്ക് ഒന്നെങ്കിൽ 0 തവണ റിപ്പീറ്റ് ചെയ്യിപ്പിക്കാം, അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ റിപ്പീറ്റ് ചെയ്യിപ്പിക്കും. ഇവിടെ വൈ എത്രയാണ്? 1 വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ സപ്പോസ് ചെയ്യുവാണ് ഞാൻ വൈനെ വീണ്ടും 2 തവണ റിപ്പീറ്റ് ചെയ്യിപ്പിക്കുക. അപ്പൊ എന്തായി മാറും? ഈ എ എന്താവും? 2 തവണ റിപ്പീറ്റ് ആവും. അപ്പൊ എങ്ങനെ? യു ക്യാൻ സി എക്സ് എന്താണ്? നമ്മുടെ എ തന്നെയാണ്. ഞാൻ വൈനെ വീണ്ടും റിപ്പീറ്റ് ചെയ്യുമ്പോഴത്തെ വൈ 1 തവണ എ, ഞാൻ വീണ്ടും എ. റൈറ്റ്. സോ വീണ്ടും അടുത്ത എന്താ? സി ബി. അപ്പൊ നമ്മുടെ പമ്പിംഗ് ലെമ്മ എന്താ പറയുന്നത്? ഈ കിട്ടുന്ന സ്ട്രിങ്ങും എന്തായിരിക്കണം? എല്ലിൽ ബിലോങ് ചെയ്യണം. പക്ഷെ എല്ലിൽ എന്താ ബിലോങ് ചെയ്യേണ്ടത്? ഈക്വൽ നമ്പർ ഓഫ് എസ് ആൻഡ് ഈക്വൽ നമ്പർ ഓഫ് ബീസ്. നമ്മൾ നോക്കുക, ഇത് ഈക്വൽ നമ്പർ ഓഫ് എസ് ആൻഡ് ഈക്വൽ നമ്പർ ഓഫ് ബീസ് ആണോ? അല്ല. ഇവിടെ 5 ബീസ് ആണ്. ഇവിടെ അതിൽ കൂടുതലുണ്ട്. 1 2 3 4 5 6 7 8. റൈറ്റ്. 8 എസ് ആണ് ഇവിടെ ഉള്ളത്. സോ ഇത് എന്താണ്? നമ്മൾ കോൺട്രഡിക്ഷൻ വന്നു. നമ്മൾ റെഗുലർ ആയിട്ട് അസ്യൂം ചെയ്തു, പക്ഷെ എന്താണ്? ഇത് റെഗുലർ അല്ല. കാരണം എന്താണ്? ഇത് റെഗുലർ എന്ന് പറയുന്നത് ഇത് നമ്മുടെ ഈ പർട്ടിക്കുലർ സ്ട്രിങ്ങിൽ, ഈ പർട്ടിക്കുലർ ലാംഗ്വേജിൽ ഈ സ്ട്രിങ് അക്സെപ്റ്റ് ആവുന്നില്ല. റൈറ്റ്. അപ്പൊ നമ്മൾ എന്ത് പറഞ്ഞു? ഇത് റെഗുലർ അല്ല. നമുക്ക് വേറൊരു കേസും കൂടെ നോക്കാം. നമുക്ക് ഇതുപോലെ തന്നെയല്ല, വേറെ രീതിയിൽ നമുക്ക് ഡിവൈഡ് ചെയ്യാം. റൈറ്റ്. സപ്പോസ് ഞാൻ എന്താണ്? എക്സിന് ഇത് മാത്രം എടുത്തു, വൈന് ഇത് മൊത്തം എടുത്തു. റൈറ്റ്. സോ എക്സ് വൈൻ്റെ എന്താണ് ലെങ്ത്? ഇറ്റ് മസ്റ്റ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു പി. കറക്റ്റ് ആണ്. എക്സ് വൈ ലെങ്ത് എന്താണ്? 5 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5. കറക്റ്റ് ആണ്. ബാക്കിയെല്ലാം ഞാൻ എന്ത് ചെയ്തു? സി എടുത്തു. നാ എന്ത്? എക്സ് ഇസ് ഈക്വൽ ടു എ, വൈ ഈക്വൽ ടു 4 ആൻഡ് z ഈക്വൽ ടു ഒബ്വിയസ്ലി എത്രയാണ്? ഇതിന്റെ ലെങ്താണ് ഞാൻ എഴുതിയിരിക്കുന്നത്. എക്സ് ഇസ് ഈക്വൽ ടു 1. റൈറ്റ്. സോ എ ആണ്. വൈ എന്താണ്? വൈ എ ആണ്. z എന്താണ്? ബി ആണ്. റൈറ്റ്. പിന്നെ വീണ്ടും ഞാൻ y ഈക്വൽ ടു സി. ഐ എന്ന് പറഞ്ഞാൽ y സി നമുക്കറിയാം. വൈൻ്റെ പവർ ഞാൻ എന്ത് ചെയ്തു? 2 ഇട്ട് കൊടുത്തു. സോ എന്തായി? എ ഇതൊരു തവണ, വീണ്ടും എ
റൈറ്റ്. ഇനി സി എന്താണ്? ബി 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 ബി, റൈറ്റ്. അപ്പൊ ഇതും എന്തായിരിക്കണം? ഇറ്റ് മസ്റ്റ് ഓൾസോ ബിലോങ് ടു ലാംഗ്വേജ് എൽ, പക്ഷെ ഇതല്ല. അപ്പൊ നമ്മൾ എന്ത് പറയും? നമ്മൾ അസ്യൂം ചെയ്ത കാര്യത്തിൽ കോൺട്രഡിക്ഷൻ സംഭവിച്ചിരിക്കുകയാണ്, അതുകൊണ്ട് എന്താണ് ഇത് റെഗുലർ അല്ല. അപ്പൊ പമ്പിംഗ് ലെമ്മ എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ്? നമ്മുടെ ലാംഗ്വേജ് റെഗുലർ അല്ല എന്ന് നമ്മൾ പ്രൂവ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, രണ്ട് കാര്യങ്ങൾ ഇവിടെ പറയാനുണ്ട്. ഞാൻ ആദ്യമേ പറഞ്ഞതാണ്. എന്താണ്? ഒരു ലാംഗ്വേജ്, ഇഫ് ലാംഗ്വേജ് എൽ ഈസ് റെഗുലർ, then 100% എന്തായിരിക്കണം? പമ്പിംഗ് ലെമ്മ ഫുൾഫിൽ ചെയ്യണം. പമ്പിംഗ് ലെമ്മ മസ്റ്റ് ബി ഫുൾഫിൽഡ്. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ അടുത്ത അതിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഒരു ലാംഗ്വേജ്, ഇഫ് എ ലാംഗ്വേജ് ഈസ് fulfilling these properties, അതിൻ്റെ അർത്ഥം എന്താണ്? അത് റെഗുലർ ആകണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. ഓക്കെ, റെഗുലർ ആവണമെന്ന് യാതൊരു നിർബന്ധം. വീണ്ടും പറയാം, ഒരു ലാംഗ്വേജ് റെഗുലർ ആണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? അത് പമ്പിംഗ് ലെമ്മ 100% സാറ്റിസ്ഫൈ ചെയ്യും. പക്ഷേ ഒരു ലാംഗ്വേജ് ഇതെല്ലാം ഫുൾഫിൽ ചെയ്യുന്നുണ്ട് എന്ന് വിചാരിച്ച് നമ്മളത് റെഗുലർ ആണോ നമുക്ക് പറയാൻ സാധിക്കുകയില്ല. ദാറ്റ് മീൻസ് നമുക്ക് ഗിവൻ ആണ് ഒരു ലാംഗ്വേജ് റെഗുലർ ആണെങ്കിൽ, ദാറ്റ് മീൻസ് നമ്മൾ പറയും എന്താണ്? അത് ഈ പമ്പിംഗ് ലെമ്മ സാറ്റിസ്ഫൈ ചെയ്യണം. പക്ഷേ പമ്പിംഗ് ലെമ്മ സാറ്റിസ്ഫൈ ചെയ്യുന്ന എല്ലാം റെഗുലർ ആവണം നിർബന്ധമില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ നമ്മൾ ഇറ്റ്സ് നോട്ട് റെഗുലർ എന്ന കാര്യം പ്രൂവ് ചെയ്യാൻ വേണ്ടിയാണ് പമ്പിംഗ് ലെമ്മനെ യൂസ് ചെയ്യുന്നത്. ഓൾ റൈറ്റ്, സോ ഇതിന്റെ ഫോർമൽ പ്രൂഫിലോട്ട് നമുക്ക് പോകാം. ഓൾ റൈറ്റ്, സോ ഫോർമൽ പ്രൂഫ്, if L is regular, then there exists a DFA that recognizes it. ഓക്കെ, ഇതറിയാം. ഒരു ലാംഗ്വേജ് എൽ റെഗുലർ ആണെങ്കിൽ 100% എന്തുണ്ടാവണം? ഒരു ഡിറ്റർമിനിസ്റ്റിക് ഫൈനൈറ്റ് ഓട്ടോമാറ്റ ഉണ്ടാവണം, വിച്ച് റിയലൈസസ് ഇല്ലെങ്കിൽ റിക്കഗ്നൈസസ് ഇറ്റ്. ഓക്കെ, അപ്പോൾ ഒബ്വിയസ്ലി ഇത് ഡിറ്റർമിനിസ്റ്റിക് ഫൈനൈറ്റ് ഓട്ടോമാറ്റ ആയതുകൊണ്ട് അതിൻ്റെ സ്റ്റേറ്റ്സ് എന്തായിരിക്കണം? ഫൈനൈറ്റ് ആയിരിക്കണം. അത് ഇൻഫിനിറ്റ് സ്റ്റേറ്റ്സ് ഒന്നും ഉണ്ടാവില്ല, ഫൈനൈറ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്സ് ഉണ്ടാവും. സപ്പോസ് അത് Q0 to Qn ആണ്. ഓൾറൈറ്റ്, സോ സപ്പോസ് നമ്മൾ ഈ n എന്ന് പറയുന്നത് സപ്പോസ് Q0, Q1, Q2 ആണ് നമ്മൾ പറയുന്നെങ്കിൽ n എന്താണ്? 2 ആണ്. അപ്പോൾ നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് എത്ര ആയിരിക്കും? n+1 ആയിരിക്കും. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. സോ n എന്താണ്? 2 ആണ്. അത് ഫൈനൽ ഇൻഡെക്സ് ആണ്. അപ്പോൾ നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് എത്ര ആയിരിക്കും? n+1 ആയിരിക്കും. ഇത് നമുക്കറിയാം. ഓക്കെ, സോ യു ക്യാൻ സി, ടേക്ക് എ സ്ട്രിങ്. നമ്മളറിയാം, നമ്മൾ നേരത്തെ അതിൽ പഠിച്ചിരുന്നു, W belongs to L. Wന്റെ ലെങ്ത് എത്ര ആയിരിക്കണം? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു n+1, റൈറ്റ്. സോ n+1 എന്താണ്? നമ്പർ ഓഫ് സ്റ്റേറ്റ്സ്. അത് നമ്മുടെ പമ്പിംഗ് ലെങ്ത് ആയിട്ട് നമ്മൾ കണക്കാക്കുക, P ആയിട്ട് കണക്കാക്കുക. Now, since the DFA has only n+1 states, by the pigeonhole principle, at least one state must repeat while processing W. ഇതിന്റെ മീനിങ് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, ഇതിന്റെ മീനിങ് നമുക്ക് മനസ്സിലാക്കാം എന്താ പറയുന്നത് എന്നുള്ളത്. ഓക്കെ, സോ എന്താ നമ്മുടെ കണ്ടീഷൻ? എന്താണ് നമ്മുടെ സ്ട്രിങ്? സപ്പോസ് നമുക്ക് Q0 ഇങ്ങനെയാണ് സിറ്റുവേഷൻ, Q1, Q2. ഓക്കെ, Q2 നമ്മുടെ ഫൈനൽ സ്റ്റേറ്റ് ആണെന്ന് വിചാരിക്കുക. ഓൾറൈറ്റ്, അപ്പോൾ എത്ര സ്റ്റേറ്റ്സ് ഉണ്ട്? n+1, 3 സ്റ്റേറ്റ്സ് ഉണ്ട്. അപ്പം നമ്മുടെ കയ്യിലുള്ള സ്ട്രിങ് W, അതിൻ്റെ ലെങ്ത് എത്രയാണ്? 3നേക്കാളും സെയിം ഈക്വൽ 3 ആണ്, അല്ല എങ്കിൽ 3നേക്കാളും വലുതാണെന്ന് വിചാരിക്കുക. സപ്പോസ് ഈക്വൽ ആണ്, 3ന്റെ ഈക്വൽ ആണ്. അപ്പോൾ എന്താ സംഭവിക്കുക? സി, നമ്മൾ ഇപ്പം ഇവിടെ അസ്യൂം ചെയ്തിരിക്കുന്നത്, ശ്രദ്ധിച്ചേക്കുക, Q0യിൽ നിന്നും ഒരു ഇൻപുട്ട് എടുത്തിട്ട് എപ്പോഴും പുതിയ സ്റ്റേറ്റിലോട്ട് പോവാന്ന് വിചാരിക്കുക, റൈറ്റ്. സപ്പോസ് നമ്മുടെ 101, റൈറ്റ്, നമ്മുടെ സ്ട്രിങ് നമ്മൾ ആൽഫബറ്റ് 01 ആണെന്ന് വിചാരിക്കുക, റൈറ്റ്. അപ്പൊ നമുക്ക് 101 എന്ന് പറഞ്ഞ സ്ട്രിങ്, അതിന്റെ ലെങ്ത് എത്രയാണ്? 3 ആണ്. നമ്മുടെ കയ്യിലുള്ള നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് എത്രയാണ്? 3 ആണ്, റൈറ്റ്. Q0യിൽ നിന്നും 1 എടുത്തിട്ട് Q1ലോട്ട് പോയി, Q1ൽ നിന്നും 0 എടുത്തിട്ട് എങ്ങോട്ടേക്ക് പോവാണ്? Q2ലോട്ട് പോവാണ്. ഇനി സി, നമ്മൾ Q0 ഓൾറെഡി നമ്മുടെ ഇനീഷ്യലി ഉണ്ട്, Q1, റൈറ്റ്, ദെൻ Q2. ഇനി അടുത്തൊരു ഇൻപുട്ട് വരുവാണെങ്കിൽ എങ്ങോട്ടേക്ക് പോകും? ഓൾറെഡി എടുത്ത സ്റ്റേറ്റിലോട്ട് തന്നെ പോവേണ്ടി വരും, ഓൾറൈറ്റ്. നമ്മൾ വിസിറ്റ് ചെയ്ത സ്റ്റേറ്റ്സിൽ തന്നെ റിപ്പീറ്റ് ചെയ്യേണ്ടി വരും, റൈറ്റ്. പക്ഷെ നമ്മുടെ ലെങ്ത് എത്ര ആയിരിക്കും? നമ്മുടെ നമ്പർ ഓഫ് സ്റ്റേറ്റ്സിനേക്കാളും കുറവായിരുന്നെങ്കിൽ 10 ആയിരുന്നു, നമുക്ക് ഇവിടെ തന്നെ നിർത്തായിരുന്നു, റൈറ്റ്. നമ്മുടെ സ്റ്റേറ്റ്സ് വീണ്ടും റിപ്പീറ്റ് ആവില്ലായിരുന്നു. ഇവിടെ എന്താ പറയുന്നത്? ഇവിടെ പറയുന്നത് അത് തന്നെയാണ്. നമ്മുടെ സ്ട്രിങ്ങിന്റെ ലെങ്ത് നമ്മുടെ നമ്പർ ഓഫ് സ്റ്റേറ്റ്, DFAയുടെ നമ്പർ ഓഫ് സ്റ്റേറ്റ്സിന് അതിന് ഈക്വലോ അതിനേക്കാളും വലുതാണെങ്കിൽ എന്തായിരിക്കും? അറ്റ്ലീസ്റ്റ് 1 സ്റ്റേറ്റ് മസ്റ്റ് റിപ്പീറ്റ് വൈൽ പ്രോസസിങ് W.
സിമ്പിൾ ആണ്. അപ്പൊ അത് പിജൻ ഹോൾ പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്തിട്ടായിരിക്കണം എന്നാണ് അവർ പറയുന്നത്. പിജൻ ഹോൾ എന്താ പറയുന്നത്? സപ്പോസ് രണ്ട് ഹോൾ ഉണ്ട്, റൈറ്റ്? ഹോൾ എന്ന് പറയുമ്പോഴത്തേക്കും പ്രാവ് വന്നിരിക്കാനുള്ള സ്ഥലം. ഓൾ റൈറ്റ്. അപ്പൊ നമ്മൾ പറയുകയാണ് രണ്ട് പ്രാവാണെങ്കിൽ രണ്ട് പ്രാവ് വന്ന് ഇവിടെ ഇരിക്കും, റൈറ്റ്? പക്ഷെ ഹോളിനേക്കാളും കൂടുതൽ പ്രാവ് വരുവാണെങ്കിൽ 100% ഒരു ഹോളിൽ ഒരു പ്രാവെങ്കിലും എക്സ്ട്രാ വരും, ഒരു ഹോളിൽ രണ്ട് പ്രാവ് ഷെയർ ചെയ്യും. ഇത് വളരെ ട്രിവിയൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്, അത് തന്നെ ഇവിടെ പറയുന്നത്, റൈറ്റ്? അപ്പൊ എന്താണ്, നമുക്ക് ഇവിടെ എക്സ്ട്രാ ഒരു സ്ട്രിങ് പ്രോസസ് ചെയ്യാൻ വരുവാണെങ്കിൽ 100% എന്താണ്, നമ്മുടെ ഒരു സ്റ്റേറ്റ് റിപ്പീറ്റ് ആവും. ഓൾറൈറ്റ്. ഇനി എന്തിനാ ഇത് പറയുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, സോ ആദ്യം നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലിയർ ചെയ്തിട്ട് എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ എക്സാമ്പിൾ നമുക്ക് നോക്കാം. യു ക്യാൻ സീ ഇതൊരു DFA ആണ്. Obviously ഈ DFA it is accepting or recognizing some language. ലാംഗ്വേജ് എന്താണ്? ending with 0. You can see എല്ലാ കാര്യങ്ങളും ഈ ലാംഗ്വേജ് എന്തായിരിക്കും അക്സെപ്റ്റ് ചെയ്യിപ്പിക്കുന്നത്? 0, റൈറ്റ്? മിനിമം സ്ട്രിങ് 0 നോക്കിയേ 1. ഇത് 1 അക്സെപ്റ്റ് ചെയ്യത്തില്ല, കാരണം 1 വന്നു കഴിഞ്ഞാൽ Q0 തന്നെ നിൽക്കും, ഇങ്ങോട്ട് പോകത്തില്ല, റൈറ്റ്? ഇറ്റ് ഈസ് അക്സെപ്റ്റിംഗ്, യു ക്യാൻ സീ 1 0 1 1 0. All strings that ends with 0. All right. 1 1 accept ആവോ? അല്ല, ആവത്തില്ല, കാരണം 1 1 no, it is not accepting. 1 1 0 1 also, 1 1 0 1 also eventually ഇവിടെ തന്നെ വരും, ഇത് accept. So every string that ends with 0. All right. ഇനി ഇവിടെ എന്താ പറയുന്നത്, നമ്മൾ മീൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ എന്താ നമുക്ക് മനസ്സിലായി? അപ്പോൾ നമുക്ക് മനസ്സിലായ കാര്യം എന്താണ്? end with 0 ആണ് ഈ ലാംഗ്വേജ് വേണ്ടത്, റൈറ്റ്? അപ്പോൾ അതിനകത്ത് ഏറ്റവും മിനിമം സ്ട്രിങ്ങിന്റെ ലെങ്ത് എന്തായിരിക്കും? 0 ആയിരിക്കും, റൈറ്റ്? 0 0 വരാം, റൈറ്റ്? ഇതിന്റെ ലെങ്ത് എത്രയാണ്? 2 ആണ്. യു ക്യാൻ സി 1 1 0 ഓൾസോ ഇറ്റ് ക്യാൻ അക്സെപ്റ്റ്, റൈറ്റ്? 1 1 0 എന്താ, ഇതിന്റെ ലെങ്ത് എത്രയാണ്? 3 ആണ്. സോ എന്താ പറയുന്നത്? സിൻസ് DFA ഹാസ് ഓൺലി n+1 സ്റ്റേറ്റ്സ്. ഇവിടെ എത്ര സ്റ്റേറ്റ്സ് ഉണ്ട്? n+1 എന്ന് പറയുമ്പോൾ n എത്രയാണ്? 1 ആണ്. എത്ര സ്റ്റേറ്റ്സ് ഉണ്ട്? 2 സ്റ്റേറ്റ്സ് ഉണ്ട്, റൈറ്റ്? സോ സിൻസ് DFA ഹാസ്, ഇവിടെ എത്ര സ്റ്റേറ്റ്സ് ഉണ്ട്? DFAയിൽ 2 സ്റ്റേറ്റ്സ് ഉണ്ട്. സോ ബൈ പിജൻ ഹോൾ പ്രിൻസിപ്പിൾ എന്താ പറയുന്നത്? സപ്പോസ് 2 ഹോൾ ഉണ്ട്, റൈറ്റ്? ആൻഡ് 3 പ്രാവ് വരുവാണ്. അപ്പോൾ ഓബ്വിയസ്ലി എന്താണ്, ഒരു ഹോളിൽ ഒന്നിൽ കൂടുതൽ പ്രാവ് ഉണ്ടാവണം. വളരെ ട്രിവിയൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്, റൈറ്റ്? അപ്പോൾ എന്താണ്, ഇപ്പോൾ 4 പ്രാവ് 4 ഹോൾ ഉണ്ടെങ്കിൽ 4 ഹോളിനും ഈസി ആയിട്ടിരിക്കാം. പക്ഷെ 5 പ്രാവ് വന്നു, പക്ഷേ 4 ഹോളേ ഉള്ളെങ്കിൽ ഒരു ഹോള് എന്താണ്, ഷെയർഡ് ആവണം. ഇത് വളരെ ട്രിവിയൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെ യു ക്യാൻ സീ സപ്പോസ് നമ്മുടെ സ്ട്രിങ് ലെങ്ത് എത്രയാണ്? 1 ആണ്, റൈറ്റ്? ദാറ്റ് മീൻസ് സപ്പോസ് 0 മാത്രമാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ യു ക്യാൻ സീ Q0യിൽ നിന്നും 0 എടുത്തിട്ട് എങ്ങോട്ടേക്ക് വരും? Q1ൽ വരും, റൈറ്റ്? നമ്മളിവിടെ അസ്യൂം ചെയ്യുന്നത് എന്താണ്, എല്ലാ സ്റ്റേറ്റിൽ നിന്നും ഒരു ഇൻപുട്ട് എടുത്തിട്ട് പുതിയ സ്റ്റേറ്റിലോട്ട് പോവുകയാണ്. ഓക്കെ, അതാണ് ഏറ്റവും വേഴ്സ്റ്റ് കേസ്, റൈറ്റ്? ഒരു സ്റ്റേറ്റ് തന്നെ റിപ്പീറ്റ് ആവും എന്നുള്ള കാര്യമാണ് നമ്മളിവിടെ കാണിക്കുന്നത്. സപ്പോസ് നമ്മൾ പറയുവാണ് എല്ലാ സ്റ്റേറ്റും ഒരു ഇൻപുട്ട് എടുത്തിട്ട് അടുത്ത സ്റ്റേറ്റിലോട്ട് പോവുകയാണ്. ഓക്കെ, അപ്പോൾ ഒരു സ്റ്റേറ്റ് മാത്രം, ഇവിടെ ഒരു ലെങ്ത് മാത്രം ഉള്ളെങ്കിൽ സോ യു ക്യാൻ സീ അത് ഇങ്ങോട്ടേക്ക് പോയി പിന്നെ വേറെ ഒന്നുമില്ല, റൈറ്റ്? സപ്പോസ് ഞാൻ 0 0 എടുക്കുവാണെങ്കിലോ, യു ക്യാൻ സി Q0യിൽ നിന്നും 0 വന്നിട്ട് Q1ലോട്ട് വന്നു. ഇനി Q1ൽ നിന്നും 0 വരുവാണെങ്കിൽ എന്ത് ചെയ്യും? വേറെ സ്റ്റേറ്റ് ഒന്നും ഇല്ല, അതുകൊണ്ട് എന്താണ്, ഏതെങ്കിലും ഒരു സ്റ്റേറ്റ് റിപ്പീറ്റ് ആവണം, റൈറ്റ്? ഇവിടെ എന്താണ്, Q1 റിപ്പീറ്റ് ആവുകയാണ്. നൗ ഇൻ മൈ എക്സാമ്പിൾ Q1 ഇത് 0 കഴിഞ്ഞിട്ട് 0 എടുത്തപ്പോൾ Q1 റിപ്പീറ്റ് ആയി. നിങ്ങൾ എടുക്കുന്ന ഏതെങ്കിലും ലാംഗ്വേജ് അല്ലെങ്കിൽ ഏതെങ്കിലും DFA ആണെങ്കിൽ ചിലപ്പോൾ വേറെ ഏതെങ്കിലും സ്റ്റേറ്റ് റിപ്പീറ്റ് ആവും. പോയിന്റ് ഇത്രയാണ്, നമ്മുടെ സ്റ്റേറ്റ്സ് റിപ്പീറ്റ് ആവും, നിർബന്ധമായിട്ടും ആവും. കാരണം നമ്മൾ എന്താ എടുത്തിരിക്കുന്നത്, നമ്മുടെ നമ്മുടെ സ്ട്രിങ്ങിന്റെ ലെങ്ത് നമ്മുടെ നമ്പർ ഓഫ് സ്റ്റേറ്റ്സിനേക്കാളും കൂടുതലാണെങ്കിൽ നമ്മൾ എന്താണ്, യൂസിങ് പിജൻ ഹോൾ പ്രിൻസിപ്പിൾ, നമ്മൾ ഈ W എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ട്രിങ്ങിനെ പ്രോസസ് ചെയ്യുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും? നമ്മുടെ സ്റ്റേറ്റ് റിപ്പീറ്റ് ആവും. അതാണ് നമ്മൾ മീൻ ചെയ്യുന്നത്. ഓൾ റൈറ്റ്. സോ ഇതിനെ ജസ്റ്റ് ഒന്ന് ക്ലിയർ ചെയ്യാം. നൗ യു ക്യാൻ സീ, നമ്മൾ സപ്പോസ് ഇതാണ് നമ്മുടെ അടുത്ത പോയിന്റ്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ക്ലിയർ ആയി, റൈറ്റ്? നൗ ആസ് ദി ഓട്ടോമേറ്റോൺ പ്രോസസ്സസ് W, നമ്മുടെ W സപ്പോസ് നമ്മൾ എടുക്കുന്ന സ്ട്രിങ് W00 ആണെന്ന് വിചാരിക്കുക. ഇറ്റ് ഗോസ് ത്രൂ എ സീക്വൻസ് ഓഫ് സ്റ്റേറ്റ്സ്. ഓക്കെ, Q0യിൽ നിന്നും ഇത് ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ എഴുതിയിരിക്കും. ഇവിടെ നമ്മുടെ എക്സാമ്പിൾ ആണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, നൗ Q0യിൽ നിന്നും ചിലപ്പോൾ ഒരു ഇൻപുട്ട് എടുത്തിട്ട് QIലോട്ട് പോവാം, QIയിൽ നിന്ന് ഒരു ഇൻപുട്ട് എടുത്തിട്ട് QJയിലോട്ട് പോവാം. നൗ റിമെമ്പർ ഹിയർ, ഇവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് ഞാൻ ഒരു കാര്യം പറയുവാണ്. നമ്മൾ എന്താ ചെയ്യുന്നത്? ഫോർമൽ പ്രൂഫ് ഓഫ് പമ്പിംഗ് ലെമ്മ. പമ്പിംഗ് ലെമ്മ എന്താ പറയുന്നത്? ലാംഗ്വേജ് L റെഗുലർ ആണെങ്കിൽ അതിനകത്ത് W എന്ന് പറയുന്ന ഒരു
സ്ട്രിങ് ഉണ്ടാവും. അതിന് നമുക്ക് XYZ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് XY⁻I Z അതും ആ പെർട്ടിക്കുലർ ലാംഗ്വേജിൽ ഉണ്ടെങ്കിൽ അത് റെഗുലർ ആണ്. ഓൾറൈറ്റ്, അപ്പോൾ നമ്മൾ അതിന്റെ പ്രൂഫാണ് ഇവിടെ നോക്കാൻ പോകുന്നത്. ഓക്കെ, ഇവിടം വരെ നമ്മുടെ കഥ എത്തിയിരിക്കുകയാണ്. Q0 നമ്മൾ ഒരു ഇൻപുട്ട് എടുത്തിട്ട് QIലോട്ട് പോകും, QI നിന്ന് ഒരു ഇൻപുട്ട് എടുത്തിട്ട് QJയിലോട്ട് പോകും. എവിടെയെങ്കിലും നമ്മുടെ ഈ സിറ്റുവേഷൻ നമ്മൾ ഇവിടെ പ്രൂവ് ചെയ്ത്, റൈറ്റ്, എവിടെയെങ്കിലും ഒരു സിറ്റുവേഷനിൽ QR, റൈറ്റ്, ഒരു സ്റ്റേറ്റ് റിപ്പീറ്റഡ് ആവും, റൈറ്റ്. എന്നിട്ട് റിപ്പീറ്റഡ് ആയിട്ട് പിന്നെ നമ്മൾ എന്താണ്, ചിലപ്പോൾ ആ റിപ്പീറ്റഡ് ആയിട്ട് സ്റ്റേറ്റ് തന്നെ ആയിരിക്കും നമ്മുടെ ഫൈനൽ സ്റ്റേറ്റ്. എന്നിട്ട് ചിലപ്പോൾ നമ്മൾ റിപ്പീറ്റേഷനിൽ നിന്ന് മുന്നോട്ട് പോയിട്ട് നമ്മൾ ചിലപ്പോൾ ഒരു ഫൈനൽ സ്റ്റേറ്റിലോട്ട് പോവുമായിരിക്കും, റൈറ്റ്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ക്ലിയർ ആണ്. നമ്മുടെ ഈ സ്റ്റേറ്റ് വെച്ച് നമുക്കൊന്ന് നോക്കാം, മനസ്സിലാക്കാൻ നോക്കാം. 0 0 യു ക്യാൻ സി Q0യിൽ നിന്നും 0 എടുത്തു, എന്നിട്ട് എങ്ങോട്ടേക്ക് പോവാണ്, Q1, നമ്മുടെ ഈ എക്സാമ്പിൾ അനുസരിച്ച്. ദെൻ Q1ൽ നിന്നും 0 എടുത്തിട്ട് റിപ്പീറ്റഡ് ആയി എങ്ങോട്ടേക്ക് വന്നു, Q1ലോട്ട് തന്നെ വന്നു. നൗ ഇഫ് യു വാണ്ട് ടു ഡിവൈഡ് ദിസ്, W എന്താണ്, 0 0 ആണ്, നമുക്ക് ഇതിനെ ഡിവൈഡ് ചെയ്യണം. അപ്പൊ നമ്മുടെ അടുത്ത പോയിന്റ് എന്താണ്, യു ക്യാൻ സി XYZ, റൈറ്റ്. XYZ ഞാൻ ഡിവൈഡ് ചെയ്യുവാണ്. അപ്പൊ ഞാൻ എന്താണ്, നമ്മുടെ XY മസ്റ്റ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു n+1. n+1 അഗെയിൻ നിങ്ങൾ ഇവിടെ കൺഫ്യൂസ് ആവരുത്, എന്താണ്, നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് ആണ്. ഇവിടെ നമ്മുടെ എക്സാമ്പിൾ എന്താണ്, 2 ആണ്. ഓക്കെ, സോ XY ലെന്ത് എത്ര ആയിരിക്കണം, നമ്പർ ഓഫ് സ്ട്രിങ്ങിനേക്കാൾ ലെന്ത്. അപ്പൊ നമ്മൾ സപ്പോസ് X ഇതെടുത്തു, റൈറ്റ്. സോ യു ക്യാൻ സി നമ്മൾ Q0യിൽ നിന്നും, കൺഫ്യൂസ് ആവരുത്, Q0യിൽ നമ്മൾ X എടുത്തിട്ട് യു ക്യാൻ സി Q0യിൽ നിന്നും നമ്മൾ 0 എടുത്തിട്ട് എങ്ങോട്ടേക്ക് വന്നു, നമ്മുടെ Q1ലോട്ട് വന്നു. ഇവിടെയാണ് യു ക്യാൻ സി റിപ്പീറ്റ് ആവുന്നത്, യു ക്യാൻ സി, റൈറ്റ്. സോ Q1ൽ നിന്നും 0 എടുത്തിട്ട് വേറൊരു സ്റ്റേറ്റിലോട്ടല്ല പോകുന്ന, അവിടെ തന്നെ വന്നു, റിപ്പീറ്റഡ് ആയി, റൈറ്റ്. സോ Q0യിൽ X എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ സ്ട്രിങ്ങിന്റെ എത്രയും പോർഷൻ ആണ് വിതൗട്ട് റിപ്പീറ്റേഷൻ വന്നത്. ഇവിടെ നമ്മൾ രണ്ട് ലെങ്ത്തിൽ 0 0 എടുത്തുകൊണ്ട് നമ്മൾ ആദ്യം തന്നെ റിപ്പീറ്റേഷൻ വന്നു, റൈറ്റ്. യു ക്യാൻ സി Q0 0 വന്ന്, ദെൻ Q1 0 വരുമ്പോഴത്തേക്കും റിപ്പീറ്റഡ് ആയി, ഈ സ്റ്റേറ്റ് Q1 ഹാസ് ബീൻ റിപ്പീറ്റഡ്, റൈറ്റ്. സോ X എന്താ പറയുന്നത്, നമ്മുടെ സ്ട്രിങ്ങിന്റെ ദാറ്റ് പോർഷൻ ഓഫ് ദ സ്ട്രിങ് വിച്ച് ഈസ്, ആദ്യം നമ്മൾ കൊടുക്കുമ്പോൾ തന്നെ QR ഫസ്റ്റ്, നമ്മുടെ QR ആണല്ലോ റിപ്പീറ്റഡ് ആയിട്ടുള്ള സ്റ്റേറ്റ്, അതിന്റെ ഫസ്റ്റ് ഒക്കറൻസ് അതാണ് QR, റൈറ്റ്. ദെൻ നമ്മൾ എന്ത് ചെയ്യുവാണ്, ഡെൽറ്റ സ്റ്റാർ QR, Y, നമ്മുടെ അടുത്ത Y, റൈറ്റ്, നമ്മുടെ അടുത്ത പോർഷൻ. എന്നിട്ട് എന്താണ്, അത് വീണ്ടും റിപ്പീറ്റേഷനിലോട്ട് പോവാണ്. ഓൾറൈറ്റ്, ദാറ്റ് മീൻസ് QR നമ്മുടെ Q1 സ്റ്റേറ്റ് ആണ് ഇവിടെ എക്സാമ്പിളില്. ദെൻ വാട്ട് ഹാപ്പൻഡ്, നമ്മുടെ Y എന്താണ്, ഇതാണ്, റൈറ്റ്. സോ വീണ്ടും 0 വന്നപ്പോഴത്തേക്ക് എങ്ങോട്ടേക്ക് വന്നു, റിപ്പീറ്റഡ് സ്റ്റേറ്റിലോട്ട് വന്നു. ഇവിടെ എന്താണ്, Q1 ആണ്, റൈറ്റ്. ദെൻ എന്താണ്, ഡെൽറ്റ സ്റ്റാർ QR നിന്നും അടുത്ത പോർഷൻ, ഇവിടെ അടുത്ത വല്ലതും ഉണ്ടോ, ഒന്നുമില്ല. ഇവിടെ എന്താണ്, എപ്സിലോൺ ഒന്നുമില്ല, റൈറ്റ്. അതെങ്ങോട്ടേക്ക് പോകണം, QFലോട്ട് പോകണം. ഇവിടെ ഈ സിറ്റുവേഷനിൽ നമ്മുടെ റിപ്പീറ്റഡ് സ്റ്റേറ്റ് തന്നെയാണ് നമ്മുടെ എന്താണ്, ഫൈനൽ സ്റ്റേറ്റ്. സോ നമ്മൾ എന്ത് പറയും, യു ക്യാൻ സി. അപ്പൊ ദിസ് മീൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ഈ W-നെ റിപ്പീറ്റ് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്, റൈറ്റ്. സോ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും, സോ ഹൗ ദിസ് 0 0 ഹാസ് ബീൻ ഡിവൈഡഡ് ഇൻ ടു XYZ. ഓൾറൈറ്റ്, നമുക്കൊരു എക്സാമ്പിൾ കൂടെ നോക്കാം. ഇപ്പൊ ക്ലിയർ ആവണമെന്നില്ല, നമുക്കൊരു എക്സാമ്പിൾ കൂടെ നോക്കാം. ഓൾറൈറ്റ്, യു ക്യാൻ സി. നൗ ഇത് നമ്മൾ ഈ 5th പോയിന്റ് നമ്മൾ അടുത്ത എക്സാമ്പിൾ വെച്ച് നമുക്ക് നോക്കാം. യു ക്യാൻ സി നമ്മൾ 0 0 1 0, റൈറ്റ്. 0 0 1 0. നൗ ഞാൻ ഇതിനെ ഡിവൈഡ് ചെയ്യാൻ പോവാണ്. സപ്പോസ് യു ക്യാൻ സി 0 വന്നു. അപ്പൊ യൂസിങ് ദിസ് Q0യിൽ നിന്നും X, ഞാൻ X ഇതിനെ എടുത്തു, ഫസ്റ്റ് 0-നെ. അതെന്ത് ചെയ്തു, യു ക്യാൻ സി റിപ്പീറ്റേഷൻ Q1ലോട്ട് വന്നു, റൈറ്റ്. റിപ്പീറ്റഡ് സ്റ്റേറ്റ് ആണ്. ദെൻ ഓക്കെ, സോ X കഴിഞ്ഞു. ഇനി നമ്മൾ എന്താണ്, അടുത്ത എന്താണ്, യു ക്യാൻ സി ഡെൽറ്റ സ്റ്റാർ QR, നമ്മുടെ QR എന്താണ്, നമ്മുടെ റിപ്പീറ്റഡ് സ്റ്റേറ്റ് Q1. Q1ൽ നിന്നും Y എടുക്കുമ്പോൾ, Y യു ക്യാൻ സി Y എന്ന് പറയുമ്പോൾ ഒറ്റ സിമ്പിൾ ആയിരിക്കത്തില്ല, ഒന്നിൽ കൂടുതൽ സിമ്പിൾ ആവാം, റൈറ്റ്. സോ Y എടുത്തിട്ട് അതേ സ്റ്റേറ്റിൽ തന്നെ റിപ്പീറ്റ് ആവുകയാണ്, റൈറ്റ്. അപ്പോൾ നമുക്ക് നോക്കാം, യു ക്യാൻ സി Q0 നിന്ന് 0 എടുത്ത് ഇവിടെ വന്നു. നൗ Q1 നിന്ന് 0 എടുക്കുമ്പോഴത്തേക്കും എന്താണ്, ഇവിടെ തന്നെ റിപ്പീറ്റ് ആവുകയാണ്, റൈറ്റ്. QR തന്നെ. സോ Y എന്തായിരിക്കും, നമ്മുടെ ഈ 0 ആയിരിക്കും. Now you see the beauty. ഇവിടെ നമ്മൾ Y ഇവിടെ വന്നതിന് ശേഷം Z എത്ര പോർഷൻ ആയിരിക്കും, യു ക്യാൻ സി Z എന്ന് പറയുമ്പോഴത്തേക്കും അടുത്ത XY കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ള എല്ലാം എന്താണ്, Z ആണ്. സോ റിപ്പീറ്റഡ് പോർഷൻ, റിപ്പീറ്റഡ് സ്റ്റേറ്റ് Q1, ഇവിടെ നമ്മുടെ Q1 ആണ്. അവിടെ നമ്മൾ Z കൊടുക്കുമ്പോൾ ഇവിടെ Z എന്തായിരിക്കും, 1 0. സോ നമ്മൾ Z കൊടുക്കുവാണ് Q1 സ്റ്റേറ്റിലോട്ട്, റൈറ്റ്. സോ 1 ഫോളോഡ് ബൈ 0. Now again ഇത് ഡെൽറ്റ സ്റ്റാർ ആണ്. സോ സ്റ്റാർ എന്ന് ഉദ്ദേശിക്കുന്നത് സീക്വൻസ് ഓഫ് ഇൻപുട്സ്. ഓക്കെ, സോ 1 0 കൊടുത്തപ്പോൾ എങ്ങോട്ടേക്ക് വന്നു, Q ഓഫ് സ്റ്റേറ്റിലോട്ട് വന്നു. സോ ദിസ് ബിക്കംസ് അവർ Z, റൈറ്റ്. സോ എന്താണ് നമ്മുടെ X നമ്മുടെ എന്തായിരിക്കും,
0 ആയിരിക്കും, y നമ്മുടെ എന്തായിരിക്കും ഇവിടെ 0 ആയിരിക്കും, z എന്തായിരിക്കും 10 ആയിരിക്കും. ഓൾറൈറ്റ്, ഇനി അവർ പറയുവാണ് സോ ഇങ്ങനെയാണെങ്കിൽ നമ്മൾ ഇവിടെ ഒരു കാര്യം കാണാൻ പറ്റും, xc ഓൾസോ ബിലോങ്സ് ടു L. xc എന്താണ് ഇവിടെ 0 10, റൈറ്റ്. നമുക്ക് ഈ റിപ്പീറ്റഡ് കാര്യത്തിന്റെ കാര്യമില്ല, റൈറ്റ്. ഞാനിത് യു ക്യാൻ സി xc ബിലോങ്സ് ടു L, റൈറ്റ്. ഇവിടെ നമ്മുടെ സിറ്റുവേഷൻ എന്താണ്, നമ്മൾ y ഒമിറ്റ് ചെയ്തു, കാരണം y എന്താണ്, y ക്യാൻ ബി x, y I z ആണ്, I ഈസ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0 ആണ്. സോ I ഇല്ലെങ്കിലും എന്താണ്, xz അക്സെപ്റ്റ് ആവേണ്ടതാണ്. 0 10 യു ക്യാൻ സി 0 10, റൈറ്റ്. സോ ഇത് പോസിബിൾ ആണ്. നാ ഇതിനെ എനിക്ക് പമ്പ് ചെയ്യിപ്പിക്കാം. നാ ഇവിടെയാണ് നമ്മൾ പമ്പിങ്ങിന്റെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, റൈറ്റ്. സോ ഞാൻ എന്താണ്, നമ്മുടെ റെഗുലർ ലാംഗ്വേജ് ഇതാണ്. അപ്പൊ എന്താണ്, there must be some w in L. നമ്മൾ അതിനെ 3 ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു, എന്നിട്ട് y എന്ന് പറയുന്ന പോർഷൻ നമ്മൾ എത്ര പമ്പ് ചെയ്താലും ആ സ്ട്രിങ് അക്സെപ്റ്റബിൾ ആവണം, റൈറ്റ്. അപ്പൊ നമ്മൾ സപ്പോസ് y-നെ ഞാൻ പമ്പ് ചെയ്യിപ്പിക്കുകയാണ്, സപ്പോസ് 3 തവണ ഞാൻ പമ്പ് ചെയ്യിപ്പിക്കുക. സോ 0, y എത്രയാണ് 0 0 0, 3 തവണ പമ്പ് ചെയ്യിപ്പിച്ചു, z എന്താണ് 1 0 ആണ്. സോ യു ക്യാൻ സി 0 0 ഇങ്ങോട്ടേക്ക് വന്നു. നൗ അഗെയിൻ 3 0, റൈറ്റ്, 3 0, then 1, then again 0 accepted. ക്ലിയർ ആയോ? സോ നമ്മൾ എന്താ പറയുന്നത്, പമ്പിംഗ് ലെമ്മ പറയുന്നത്, നമ്മുടെ L എന്ന് പറയുന്ന റെഗുലർ ലാംഗ്വേജ് ഉണ്ടെങ്കിൽ എന്താണ്, there must be some w which is fulfilling all these, and എന്താണ് x y raised to I, z യും എന്തായിരിക്കും, it must also belong to w. അങ്ങനത്തെ സിനാരിയോ ആണെങ്കിൽ എന്താ, റെഗുലർ ലാംഗ്വേജ് ആണ്. സോ അഗെയിൻ ഐ വാണ്ട് ടു ടെൽ യു, റെഗുലർ ലാംഗ്വേജ്, ഇഫ് എ ലാംഗ്വേജ് ഇസ് റെഗുലർ ദെൻ ഇറ്റ് മസ്റ്റ് ഫോളോ പമ്പിംഗ് ലെമ്മ. പക്ഷേ പമ്പിംഗ് ലെമ്മ ഫോളോ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും റെഗുലർ ആവണം നിർബന്ധമില്ല. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ഇഫ് സം പെർട്ടിക്കുലർ ലാംഗ്വേജ് ഇസ് ഫോളോയിങ് റെഗുലർ ലാംഗ്വേജ്, ഇറ്റ് ഡസൻറ്റ് മീൻ ദാറ്റ് ദ ലാംഗ്വേജ് ഈസ് റെഗുലർ. പക്ഷേ ഒരു ലാംഗ്വേജ് റെഗുലർ ആണെങ്കിൽ നിർബന്ധമായിട്ടും എന്താണ്, അത് പമ്പിംഗ് ലെമ്മ ഫുൾഫിൽ ചെയ്തിരിക്കും. ഓൾറൈറ്റ്. സോ അടുത്ത എക്സാമ്പിൾ കൂടെ നമുക്ക് നോക്കാം. എക്സാമ്പിൾ കൂടെ നമുക്ക് കൺസിഡർ ചെയ്തിട്ട് നമുക്ക് ഇതിനെ ക്ലോസ് ചെയ്യാം. സപ്പോസ് 0 0 1 0 1 0, ഇതൊരു w ആണ്, റൈറ്റ്, ഒരു സ്ട്രിംഗ് ആണ്. അപ്പോൾ എന്താണ്, ഇതിനെ നമുക്ക് എക്സ് വൈ സി ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റണം. എന്നിട്ട് എന്താണ്, y എന്ന് പറയുന്നത് നമ്മുടെ പമ്പബിൾ പാർട്ടായിരിക്കും. അതിനെ നമ്മൾ എത്ര പമ്പ് ചെയ്താലും, യു ക്യാൻ സി ഇവിടെ എക്സ് വൈ റേസ് ടു കെ, നമ്മൾ നേരത്തെ i എന്നാണ് കൊടുത്തത്, ഇവിടെ k കൊടുത്തിരിക്കുകയാണ്. k 0-നേക്കാളും കൂടുതലാണ്. k ഒന്നെങ്കിൽ ഇല്ല എങ്കിലും അത് അക്സെപ്റ്റ് ആവേണ്ടതാണ്. ഉണ്ടെങ്കിൽ തന്നെയും അത് എത്ര തവണ പമ്പ് ചെയ്താലും എന്താണ്, ഇവൻച്വലി അക്സെപ്റ്റ് ആവേണ്ടതാണ്. അങ്ങനെ ഒരു w L ഉണ്ടെങ്കിൽ അതെന്താണ്, റെഗുലർ ആണ്, റൈറ്റ്. സോ ദാറ്റ് മീൻസ് റെഗുലർ ആണെങ്കിൽ 100% ഈ കാര്യങ്ങൾ ഫുൾഫിൽ ചെയ്തിരിക്കണം. ഓൾറൈറ്റ്. സോ നമ്മൾ എന്താണ്, റെഗുലർ ആണെന്നുള്ള കാര്യം നമ്മൾ അസ്യൂം ചെയ്തിട്ടാണ് നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നത്, റൈറ്റ്. സോ അഗെയിൻ ഐ വാണ്ട് ടു ടെൽ യു, ഇഫ് എ ലാംഗ്വേജ് ഇസ് റെഗുലർ ദെൻ 100% പമ്പിംഗ് ലെമ്മ സാറ്റിസ്ഫൈ ചെയ്യും. പക്ഷെ പമ്പിംഗ് ലെമ്മ സാറ്റിസ്ഫൈ ചെയ്യാൻ അതിന്റെ അർത്ഥം ഇത് റെഗുലർ ആവണമെന്ന് നിർബന്ധം ഇല്ല. ഓൾറൈറ്റ്. സോ നമുക്ക് ഈ എക്സാമ്പിളിലോട്ട് പോവാം, റൈറ്റ്. സോ എന്താ പറയുക, നമ്മുടെ Q0-ൽ നിന്നും യു ക്യാൻ സി, ഇത് നിങ്ങൾ നന്നായിട്ട് ഓർത്ത് വെക്കണം ഈ പോയിന്റ്, ഓക്കെ. ഈ പോയിന്റ് നിങ്ങൾ, ഞാൻ ഈ ബോക്സിൽ വെച്ചിരിക്കുന്ന ഈ പോയിന്റ് നിങ്ങൾക്ക് പ്രോപ്പർ ആയിരിക്കണം. സോ ഡെൽറ്റ സ്റ്റാർ, അഗൈൻ ഡെൽറ്റ സ്റ്റാർ എന്ന് പറയുമ്പോൾ ഒന്നിൽ കൂടുതൽ, ഇവിടെ ഒന്നാണ്, റൈറ്റ്. സോ ഒന്നിൽ കൂടുതലും ആവാം, റൈറ്റ്. സോ ഡെൽറ്റ സ്റ്റാർ Q0-ൽ നമ്മുടെ ഇനീഷ്യൽ സ്റ്റേറ്റിൽ നിന്നും എക്സ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്ന എക്സ് എടുത്തിട്ട് റിപ്പീറ്റബിൾ സ്റ്റേറ്റിലോട്ട് പോവാണ്, റൈറ്റ്. സോ യാ, ഇറ്റ് ഈസ് ഗോയിങ് ടു സം റിപ്പീറ്റബിൾ സ്റ്റേറ്റ് Q1, കാരണം Q1 ആണ് പിന്നീട് ഇത് റിപ്പീറ്റ് ആവുന്നത്. സോ Q1 സ്റ്റേറ്റിലോട്ട് പോയി. നൗ സോ എക്സ് എന്തായി, നമ്മുടെ എക്സ് ഈസ് ഈക്വൽ ടു 0. നൗ എന്താണ്, നമ്മുടെ റിപ്പീറ്റഡ് സ്റ്റേറ്റിൽ നിന്നും y എടുക്കുമ്പോൾ ദാറ്റ് മീൻസ് സെക്കൻഡ് ഒക്കറൻസ് ഓഫ് ദാറ്റ് സ്റ്റേറ്റ്, റൈറ്റ്. സോ നമ്മുടെ യു ക്യാൻ സി Q1, y വരുമ്പോൾ Q1-ലോട്ട് തന്നെ പോകണം. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, റൈറ്റ്. ഡെൽറ്റ സ്റ്റാർ QR, y, ഇറ്റ് ഈസ് ഗിവിംഗ് QR ഓൺലി. അതെന്താ, നമ്മുടെ ഇതാണ്, റൈറ്റ്. ഞാൻ സോ എക്സ് ഇസ് ഈക്വൽ ടു 0, റൈറ്റ്. സോ y എന്താണ്, ഇവിടെ 0 എടുത്തിട്ട് ഇവിടെ തന്നെ നിൽക്കുവാണ്. സോ ദാറ്റ് മീൻസ് y എന്താ, നമ്മുടെ 0 തന്നെ ആയിരിക്കും. z എന്തായിരിക്കും, z എന്ന് പറയുമ്പോൾ റെസ്റ്റ് ഓഫ് ദ പീപ്പിൾ 1 0 1 0, റൈറ്റ്. ഇനി എന്താ നമ്മൾ പറയുന്നത്, ഫിഫ്ത്ത് പോയിന്റ്, യു ക്യാൻ സി ഫിഫ്ത്ത് പോയിന്റ് എന്താ പറയുന്നത്, y ഇല്ലെങ്കിൽ അക്സെപ്റ്റ് ആവേണ്ടതാണ്. 0 1 0 1 0, നിങ്ങൾ ഇതിൽ ഇട്ട് കൊടുത്തേക്ക് 0 then 1 ഇങ്ങോട്ടേക്ക് വരുന്നു, 0 സോറി 1 then 1 ഇവിടെ തന്നെ വരുന്നു, 0 ഇവിടെ വന്നിട്ട് അക്സെപ്റ്റ് ആവുന്നുണ്ട്, റൈറ്റ്. സോ ഞാൻ y-നെ റിപ്പീറ്റ് ചെയ്യിപ്പിക്കുകയാണ്. സപ്പോസ് y-നെ ഞാൻ 3 ആക്കുവാണ്, റൈറ്റ്, ട്രിപ്പിൾ ആക്കുവാണ്. സോ 0 y 0 0 0 and 1 0 1 0, യു ക്യാൻ സി ഇതും നിങ്ങൾ ഇതിനകത്ത് റൺ ചെയ്യുമ്പോഴത്തേക്കും ഇത് അക്സെപ്റ്റ് ആവേണ്ടതാണ്, റൈറ്റ്. സോ യു ക്യാൻ സി നമ്മൾ എന്ത് ചെയ്യുവാണ്, നമ്മുടെ ഈ പോർഷൻ ഇത്രയും കാര്യങ്ങൾ ഇതിനെ ഫുൾഫിൽ ചെയ്യുവാണ്.
Alright, so if a language is regular, pumping lemma satisfy ചെയ്തിരിക്കും. റൈറ്റ്, സോ ഇത്രയും കാര്യങ്ങളാണ് പമ്പിംഗ് ലെമ്മയിലുള്ളത്. അതിന്റെ ഫോർമൽ പ്രൂഫ് ഇതാണ്. നിങ്ങൾ ഇങ്ങനെ ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഈ എക്സാമ്പിൾ തന്നത്. പക്ഷെ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഫോർമൽ പ്രൂഫ് എന്ന് പറയുന്നത്. റൈറ്റ്, സോ ഞാൻ ഇത്രയും പോർഷൻ എടുത്തിരിക്കുന്നത് നമ്മുടെ സിലബസിലുള്ള പീറ്റർ ലിൻസ് എന്ന് പറഞ്ഞൊരു ഓഥർ ഉണ്ട്, പീറ്റർ ലിൻസ് ആൻഡ് റോജർ. റൈറ്റ്, ഇവർ രണ്ടുപേരും കൂടെ എഴുതിയ ഒരു ബുക്കാണ് 7th എഡിഷൻ. അതാണ് നമ്മുടെ ഒഫീഷ്യൽ ആയിട്ടുള്ള നമ്മുടെ റെഫറൻസ് അല്ല, ടെക്സ്റ്റ് ബുക്ക്, നമ്മുടെ പ്രോപ്പർ ടെക്സ്റ്റ് ബുക്ക് അതാണ്. സോ യു ക്യാൻ അതിനെ നിങ്ങൾ റെഫർ ചെയ്യുവാണെങ്കിൽ ഈ ഒരു കാര്യം തന്നെയാണ് അവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. സോ ഇതാണ് നമ്മുടെ ഫോർമൽ പ്രൂഫ്. സോ ഫോർമൽ പ്രൂഫ് ചോദിക്കാം, കാരണം സ്പെസിഫിക്കലി മെൻഷൻഡ് ആണ്. ദെൻ രണ്ടാമത് എഴുതിയിരിക്കുന്നത് യൂസിങ് റെഗുലർ ലാംഗ്വേജ് ആസ് ടൂൾ ടു പ്രൂവ് നോട്ട് റെഗുലർ ലാംഗ്വേജസ്. റൈറ്റ്, അപ്പോൾ അതിനുവേണ്ടി നമുക്ക് എന്താണ്, ഇതേപോലെ തന്നെ നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ നമ്മൾ 2-3 പോർഷനായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് പമ്പ് ചെയ്യിപ്പിച്ചിട്ട് നോക്കുവാണത് ആ ലാംഗ്വേജ് തന്നെ അക്സെപ്റ്റ് ആവുന്നുണ്ടോ. ആവുന്നില്ല എങ്കിൽ നമ്മൾ പറയുന്നത് റെഗുലർ അല്ല എന്നുള്ളത്. ദാറ്റ് ഈസ് കോൾഡ് ആസ് പ്രൂഫ് ബൈ കോൺട്രഡിക്ഷൻ. So I hope you understood the concept and the formal proof. Thank you for watching.